നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീലിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് അബു ജോൺ ജോസഫ് പങ്കെടുത്തു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സിൽവർ ജൂബിലി ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് സിൽവർ ജൂബിലി ബോയ്സ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണഘടനാ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണയും പൊതുയോഗവും നടന്നു. കേരള ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ഷൈജൻ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കെതിരെ വിജിലൻസ് വിസിൽ മുഴക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിവിൻ പോളിയും പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമിട്ടു. ചടങ്ങ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വണ്ണപ്പുറത്തെ കർഷകരെ ദുരിതത്തിലാക്കുന്നു. പഞ്ചായത്തിലെ വെൺമറ്റം, ചിങ്കൽ സിറ്റി, കാഞ്ഞിരംകവല തുടങ്ങിയ ഇടങ്ങളിലാണ് ഇവയുടെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ മോർ ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗത കുരുക്കിനെ കുറിച്ചും നഗരത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ, ബസ് സ്റ്റോപ്പുകൾ എന്നിവ ക്രമീകരിക്കുന്ന വിഷയത്തെപ്പറ്റിയും ചർച്ച ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീലിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് അബു ജോൺ ജോസഫ് പങ്കെടുത്തു. വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തൊടുപുഴ നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം നടത്തിയത്. തൊടുപുഴ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് പങ്കെടുത്തു. ഒരു ശാസ്ത്രീയമായ ഒരു ട്രാഫിക് റെഗുലേഷൻ, ഒരു സംവിധാനം അത് നിലവിൽ വരികയും അവിടെ ഇവിടെയൊക്കെ നമ്മളിത് നേരത്തെ പല പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നതാണ്. ചില ചെറിയ ചെറിയ കടമ്പകൾ അല്ലെങ്കിൽ വിഷയങ്ങൾ പരിഹരിച്ചാൽ ഒരു പക്ഷേ ഒരു നല്ല പരിധി വരെ ഈ ട്രാഫിക് വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ഈ ഒരു ട്രാഫിക് വിഷയം അത് നല്ല ഒരു പ്ലാനിങ്ങിലൂടെ, ചില ട്രാഫിക് റെഗുലേഷനിലൂടെ, ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ട്രാഫിക് ലൈറ്റുകൾ അത് ഫലപ്രദമായി സ്ഥാപിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി ഒരു നല്ല പരിധി വരെ പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു പ്രാഥമിക ചർച്ചയാണ് ഇന്നിവിടെ നമ്മൾ വിളിച്ച് ചേർത്തിരിക്കുന്നത്. യോഗത്തിൽ വിവിധ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുത്തു. സിറ്റി സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, പുഴയോരം റോഡിൽ BMH ഹോസ്പിറ്റലിന് മുൻവശം റോഡിന് നടുവിലായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, പുഴയോരം റോഡിൽ AR ഹോട്ടൽ ജംഗ്ഷനിൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, മഴക്കാലത്ത് ഭീമ ജംഗ്ഷൻ, 4 ലൈൻ ജംഗ്ഷൻ എന്നിവിടങ്ങളിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ എടുക്കുക, ഷാപ്പുംപടി KSRTC ജംഗ്ഷൻ, PWD റെസ്റ്റ് ഹൗസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക, KSRTC ജംഗ്ഷനിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ലാബുകൾ ശരിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, KSRTC ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകളുടെ നീളവും വീതിയും കുറയ്ക്കുക, KSRTC ജംഗ്ഷനിൽ മൂലമറ്റ റോഡിന് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള KSTPയുടെ ബോർഡ് മാറ്റുക, ന്യൂമാൻ കോളേജ് ജംഗ്ഷനിൽ രാവിലെ ഉണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കുക, മുല്ലക്കൽ ജംഗ്ഷനിൽ റോഡ് മാർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, ഹൈറേഞ്ച് ഹോട്ടൽ ജംഗ്ഷൻ, സീമാസ് ജംഗ്ഷൻ, BMH ജംഗ്ഷൻ, മങ്ങാട്ടുകവല ജംഗ്ഷൻ, വെങ്ങല്ലൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന ദിശാ ബോർഡുകൾ സ്ഥാപിക്കുക, പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകൾ നവീകരിക്കുക, KSRTC ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് യോഗത്തിൽ എടുത്തത്. തൊടുപുഴ നഗരസഭ PAI GS ദേവസേനൻ, SPHI പ്രജേഷ് കുമാർ, തൊടുപുഴ SRTO AMVI നിസാർ ഹനീഫ,
JSRDO നിഷാമോൾ KR, PWD തൊടുപുഴ ഡിവിഷനിലെ അനുജ വിജയൻ, സീനിയർ PHI തൗഫിക് P ഇസ്മായിൽ, പോലീസ് ഇൻസ്പെക്ടർ VR സുനിൽ, തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു ജേക്കബ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സുധാകരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സിൽവർ ജൂബിലി ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് സിൽവർ ജൂബിലി ബോയ്സ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്റ്റൽ വാർഡൻ AC ഉമേഷിനെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റലാണ് പൈനാവിൽ പ്രവർത്തനം ആരംഭിച്ചത്. PWD വിട്ടു നൽകിയ 2 കെട്ടിടങ്ങളിൽ PTA 5 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയാണ് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമെന്നും ഭരണാധികാരികളെ മാറ്റി ചിന്തിപ്പിക്കാനുള്ള കഴിവും കരുത്തും യുവാക്കളിലാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കളക്ടർ പറഞ്ഞു. അധികാരികളെ പോലും തിരുത്താൻ നമ്മുടെ പുതിയ ജൻസിക്ക് സാധ്യമാകുന്നുണ്ടെന്നുള്ള ഞാൻ ആ കുട്ടികളുടെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടു. ഇന്നെന്റെ ഒരു സുഹൃത്ത് രാവിലെ മെസ്സേജ് ആയപ്പോൾ ഒരു സിനിമ കണ്ട കാര്യം പറഞ്ഞു. ഞാൻ 11 മാസമായി ഞാനൊരു സിനിമ കണ്ടിട്ട്. പക്ഷെ ആ ഒരു സിനിമയുടെ അത്രയും സമയം ഞാൻ ഡൽഹിയിലെ ജൻസി കുട്ടികളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വികാരത്തിന്റെ മുകളിൽ മാത്രമല്ല അവർ സംസാരിക്കുന്നത്. നന്നായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും പഠനം നടത്തിയ നന്നായിട്ട് പഠിച്ചിട്ടാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത്. അപ്പൊ നമ്മുടെ ഈ ജൻസി എന്ന് ചിലപ്പോൾ കാര്യമായിട്ടും പകുതി തമാശക്കൊക്കെ പറയുമ്പോൾ ജൻസിയിലാണ് ഇനി പ്രതീക്ഷ എന്നുള്ളത്. 2 ഭരണകൂടങ്ങളെ താഴെയിട്ടു അല്ലേ, നേപ്പാളിനെയും ശ്രീലങ്കയെയും യങ് ജനറേഷൻ. അപ്പോ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥനാ ഗീതം അതുപോലെ ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ദിവസത്തിലൊരു മെസ്സേജ് ഉള്ളൂ. ഹോസ്റ്റൽ വാർഡൻ ഉമേഷ് SCയെ ചടങ്ങിൽ ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ S, PTA ജോയിന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ MR, വിവിധ വകുപ്പ് മേധാവികളായ ഡോക്ടർ രഘുനാഥൻ രാജേഷ്, ഡോക്ടർ ഡോളി മേരി, മധു KP, ഡോക്ടർ വിജയാനന്ദ് KS, ഡോക്ടർ ശ്രീനി KG എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഫിലുമോൻ ജോസഫ്, സത്യനാഥ് V, വനിതാ പോലീസ് SHO ജമീല, യൂണിയൻ വൈസ് ചെയർമാൻ സഫ മീര സക്കർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡൽഹിയിലെ വിദ്യാഭ്യാസ പ്രക്ഷോഭത്തിൽ കേന്ദ്ര ഗവൺമെന്റും വിദ്യാർത്ഥികളും തമ്മിലുണ്ടാക്കിയ കരാർ നടപ്പാക്കുക, മുഴുവൻ കേസുകളും റദ്ദ് ചെയ്യുക, മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഭരണഘടനാ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണയും പൊതുയോഗവും നടന്നു. കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ഷൈൻ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഭരണഘടനാ സംരക്ഷണ സമിതി ചെയർമാൻ ജെയിംസ് കോലാനി അധ്യക്ഷത വഹിച്ചു. SG സുദർശൻ, TJ പീറ്റർ, സച്ചിൻ K ടോമി, ബേബി വടക്കേക്കര, ചന്ദ്രബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ കൗമാരം വിട്ടുമാറാത്ത യൗവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്ന യുവജനതയ്ക്ക് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിലെ വലിയൊരു സംഭവം തന്നെയാണ്. നിങ്ങളെ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിലെ വിദ്യാഭ്യാസം അടിമുടി തകർക്കുവാൻ വേണ്ടിയിട്ട് പടിപടിയായിട്ട് ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസം തകർത്താൽ മാത്രമേ വിഭജനത്തിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യൻ മണ്ണിൽ വേരുറപ്പിക്കുകയുള്ളൂ എന്ന് സംഘപരിവാർ രാഷ്ട്രീയ ബുദ്ധിജീവികൾക്കറിയാം. അതുകൊണ്ട് പടിപടിയായിട്ട് വിദ്യാഭ്യാസം തകർത്ത് മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ തകിടം മറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ. ജനാധിപത്യത്തെ തകിടം മറിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഓമന പേരിട്ട് വിളിക്കുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് പതുക്കെ പതുക്കെ ജനത്തെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഒരു സംസ്ഥാനത്ത് ആ ഇലക്ഷന് ശേഷം മന്ത്രിസഭ വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? 5 വർഷത്തിന് ശേഷമാണ് നടക്കുക. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ മന്ത്രിസഭ വീണ് കഴിഞ്ഞാൽ 3 വർഷമാണ് പ്രസിഡൻഷ്യൽ ഭരണമായിരിക്കും. അപ്പൊ പ്രസിഡൻഷ്യൽ ഭരണത്തെ, സ്വച്ഛാധിപത്യ ഭരണത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ ജനത്തെ അതിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം മണ്ണപ്പുറത്തെ കർഷകരെ ദുരിതത്തിലാക്കുന്നു. പഞ്ചായത്തിലെ വെൺമറ്റം, ചീങ്കൽ സിറ്റി, കാഞ്ഞിരംകവല തുടങ്ങിയ ഇടങ്ങളിലാണ് ഇവയുടെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. കൃഷിക്ക് നാശം വരുത്തുന്നതോടൊപ്പം മനുഷ്യരിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് ഇവ കാരണമാകുകയും ചെയ്യുന്നു. വാഴ, കപ്പ, പപ്പായ തുടങ്ങിയ കൃഷിയിടത്തിലെ സർവ്വതിൻ്റെയും ഇലകൾ ഇവ തിന്നു നശിപ്പിക്കുന്നു. വലിയ വലുപ്പമുള്ള വാഴയാണ് ഇവയുടേത്.
പെട്ടെന്ന് പെരുകുകയും ചെയ്യും. കൃഷിവകുപ്പ് ഇവിടങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കർഷകർക്ക് വേണ്ട പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും ഇവ അത്രയ്ക്ക് ഫലവത്താകുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധിക്ക് പുറമെ ആഫ്രിക്കൻ ഒച്ച് ഉൾപ്പെടെയുള്ള കീടങ്ങളുടെ ശല്യവും കർഷകരെ ഏറെ ആശങ്കയിലാക്കുകയാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ വെൺമറ്റം, ചീങ്കൽ സിറ്റി, കാഞ്ഞിരംകവല തുടങ്ങിയിടങ്ങളിലാണ് ഇവയുടെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. കൃഷിക്ക് നാശം വരുത്തുന്നതിനൊപ്പം മനുഷ്യരിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കും ഇവ കാരണമാവുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അഴിമതിക്കെതിരെ വിജിലൻസ് വിസിൽ മുഴക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിവിൻ പോളിയും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിസിൽ മുഴക്കിയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമിട്ടത്. ചലച്ചിത്ര താരം നിവിൻ പോളി ആദ്യ വിജിലൻസ് കമാൻഡോ ആയി. അഴിമതി നടത്തുന്നത് ആരായാലും അത് ഞാനാണെങ്കിൽ പോലും ജനങ്ങൾ പ്രതികരിക്കണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. അഴിമതിക്കെതിരായ ജനകീയ പോരാട്ടത്തിന് തുടക്കമിട്ട് വിജിലൻസ് വിസിൽ മുഴങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിസിൽ മുഴക്കിയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമിട്ടത്. ചലച്ചിത്ര താരം നിവിൻ പോളി ആദ്യ വിജിലൻസ് കമാൻഡോയായി. അഴിമതി നടത്തുന്നത് ആരായാലും അത് താനാണെങ്കിൽ പോലും ജനങ്ങൾ പ്രതികരിക്കണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. അഴിമതിയെ പൂജ്യത്തിൽ തളയ്ക്കാനുള്ള ജനകീയ മുന്നേറ്റമാണ് പ്രോജക്ട് സീറോ എന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ലയോള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഴിമതി വിരുദ്ധ പ്രതിജ്ഞ നിവിൻ പോളി ചൊല്ലിക്കൊടുത്തു. പ്രതികരണ ശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഭരണ സംവിധാനം സൃഷ്ടിക്കാൻ കഴിയൂവെന്ന് നടൻ നിവിൻ പോളി പറഞ്ഞു. വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ മന്ത്രിയിൽ നിന്നും ബാഡ്ജ് സ്വീകരിച്ച വിജിലൻസ് കമാൻഡോകളായി. കഴക്കൂട്ടം MLA വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി വിശിഷ്ടാതിഥിയായി. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ ആൻഡ് DGP മനോജ് എബ്രഹാം IPS ആമുഖ പ്രഭാഷണം നടത്തി. SP SR ജ്യോതിഷ് കുമാർ IPS, ലയോള സ്ഥാപനങ്ങളുടെ റെക്ടറും മാനേജറുമായ ഫാദർ സണ്ണി കുന്നപ്പള്ളി SJ, ലയോള സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാൽവിൻ അഗസ്റ്റിൻ SJ, ലയോള കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രകാശ് പിള്ള, CBSE ലയോള സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റംലറ്റ് തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റേണൽ കോളേജ് റോഡിന്റെയും കോളേജിൽ ആരംഭിച്ച കൺസ്യൂമർ ക്ലബിന്റെയും ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെയും ഉദ്ഘാടനം നടന്നു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. തോട്ടം മേഖലയുടെ മികവുറ്റ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വികസന പാതയിൽ മുൻപോട്ട് കുതിക്കുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് 2025 മുൻ പീരുമേട് MLA വാടൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റേണൽ റോഡിന്റെയും കൺസ്യൂമർ ക്ലബിന്റെയും പുതിയ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെയും ഉദ്ഘാടനമാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ C അനൂപ് സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്രയും മനോഹരമായ ഒരു ക്യാമ്പസ് ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾ പ്രിൻസിപ്പളും അതുപോലെ തന്നെ അധ്യാപകരും PTA പ്രസിഡൻറ്റും ഒക്കെ എൻ്റെ അടുത്ത് കടന്നു വന്ന് നിവേദനമൊക്കെ തരുമ്പോൾ ഞാൻ ഇത്രയും ഭംഗിയായ ഇത്രയും ഡെവലപ്ഡായിട്ടുള്ളൊരു ക്യാമ്പസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എല്ലാ അർത്ഥത്തിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രൗഢിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള നല്ല ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ക്ലാസ് മുറികൾ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മുൻഗാമികളായിട്ടുള്ള MLA-മാരും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെയൊക്കെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം വളർന്നു വന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് പുതിയ തരത്തിലുള്ള വികസനങ്ങളാണ് നമുക്ക് വേണ്ടത്. എനിക്ക് നിങ്ങളുടെ അധ്യാപകർ തന്ന നിങ്ങളുടെ നിവേദനത്തിൽ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. ബോയ്സ് ഹോസ്റ്റൽ നമുക്ക് തുടങ്ങണം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല മുഖ്യപ്രഭാഷണം നടത്തി. അഴുതാം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA അബ്ദുൾ റഷീദ്, വനിതാ മുരുകൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നജീബ് തേക്കൻകാട്ടിൽ, പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ M ഗണേശൻ, PTA ജോയിന്റ് സെക്രട്ടറി ജാൻസി ആന്റണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. PTA സെക്രട്ടറി ജോൺസൺ ആന്റണി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിനും വാളറയ്ക്കും ഇടയിൽ ചീയപ്പാറയിൽ
റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഇതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്നാണ് മണ്ണും മരങ്ങളും റോഡിലേക്ക് പതിച്ചത്. ഉച്ചയ്ക്ക് 12:30 സംഭവം നടന്നത്. ഗതാഗതം നിലച്ചതോടെ മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ വനപ്രദേശത്ത് കുടുങ്ങി. ഹൈവേ പോലീസും ഫയർഫോഴ്സും എത്തി യാത്രക്കാരുടെ കൂടി സഹായത്തോടെ മണ്ണും മരങ്ങളും റോഡിൽ നിന്ന് നീക്കം ചെയ്തു. വി സന്ധി രചിച്ച പുസ്തകം ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ് മന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി PC വിഷ്ണുനാഥിന് നൽകി പ്രകാശനം ചെയ്തു. ജോർജ് ഓണക്കൂർ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, K സുദർശൻ, അബിൻ ബർക്കി MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കാതെ വാടക ഈടാക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നതായും വിഷയത്തിൽ പഞ്ചായത്ത് നിയമപരമായും നീതിപൂർവവുമായി നടപടി സ്വീകരിക്കണമെന്നും ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടം പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും ഒരുക്കാതെ വാടക ഈടാക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നതായും വിഷയത്തിൽ പഞ്ചായത്ത് നിയമപരവും നീതിപൂർവവുമായ നടപടി സ്വീകരിക്കണമെന്നും ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2025 ജനുവരി മാസം 1-ാം തീയതി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ലേലം നടത്തി. ലേല നോട്ടീസിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നതാണ് 2025 ഫെബ്രുവരി 28-നകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മുറികൾ കൈമാറുമെന്നായിരുന്നു. ഔദ്യോഗികമായി ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ലേലത്തിൽ പങ്കെടുത്ത് മുറികൾ എടുത്തിരുന്നത്. എന്നാൽ പഞ്ചായത്ത് നൽകിയ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ദീർഘകാലത്തിന് ശേഷം, അതായത് 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് 2026 മാർച്ച് 31-നാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതായി പഞ്ചായത്ത് അറിയിച്ചത്. എന്നാൽ ഇതുവരെ ഓരോ മുറിക്കും പ്രത്യേകം വൈദ്യുതി മീറ്റർ സ്ഥാപിച്ചിട്ടില്ല. സ്ഥിരം വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയിട്ടുമില്ല. കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കിയിട്ടില്ല. അതിനാൽ മുറികൾ വ്യാപാരാവശ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇന്നും തുടരുകയാണ്. ഇങ്ങനെയിരിക്കെയാണ് 2026 മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വാടക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് നോട്ടീസ് നൽകി. വ്യാപാരം ആരംഭിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ വാടക അടയ്ക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് കമ്മിറ്റിക്കും ഞങ്ങൾ രേഖാമൂലം അപേക്ഷകൾ സമർപ്പിച്ചു. എന്നാൽ ഞങ്ങളുടെ അപേക്ഷകൾ ഗൗരവമായി പരിഗണിക്കുകയോ ഞങ്ങളെ വിളിച്ച് പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കണ്ടെത്തുവാനോ ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്കെതിരെ 1 മാസത്തേക്ക് യാതൊരു നിർബന്ധ നടപടിയും സ്വീകരിക്കരുതെന്നും വ്യാപാരികളെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ ഹാജരായി. എന്നാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിന് പകരം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് സഹകരണപരമല്ലാത്ത സമീപനമാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായി അവതരിപ്പിക്കുവാൻ പോലും ഞങ്ങൾക്ക് അവസരം തന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ മടങ്ങിപ്പോകുന്നതിനിടയിൽ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങൾ രേഖാമൂലം സ്വീകരിക്കുകയും പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നിരുന്നാലും പിന്നീട് പഞ്ചായത്ത് കമ്മിറ്റി വീണ്ടും യാതൊരു ഇളവും അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതായി തുടർന്ന് വീണ്ടും നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം തുക അടച്ചില്ലെങ്കിൽ മുറികൾ പുനർലേലം ചെയ്യുമെന്ന് അറിയിച്ചതായും ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിനെ തുടർന്ന് ഞങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു.
നിലവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വീണ്ടും 1 മാസത്തേക്ക് ഞങ്ങൾക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. 2025 ജനുവരി 15 നടന്ന മുറികളുടെ ലേല നോട്ടീസിൽ 2025 ഫെബ്രുവരി 28 നിർമ്മാണം പൂർത്തിയാക്കി മുറികൾ കൈമാറുമെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കിയിരുന്നു. 2026 മാർച്ചിൽ നിർമ്മാണം പൂർത്തിയായതായി പഞ്ചായത്ത് അറിയിച്ചെങ്കിലും ഇന്നും ഓരോ മുറിക്കും പ്രത്യേകം വൈദ്യുതി മീറ്ററും സ്ഥിരം വൈദ്യുതി കണക്ഷനും കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും ലഭ്യമല്ല. ഇതിനാൽ തന്നെ കടമുറികൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യം നിലനിൽക്കെ മാർച്ച് മുതലുള്ള വാടക അടയ്ക്കണമെന്ന നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ തങ്ങളുടെ പരാതികൾ ഗൗരവമായി പരിഗണിച്ചില്ലെന്നും പിന്നീട് 7 ദിവസത്തിനകം കുടിശ്ശിക അടച്ചില്ലെങ്കിൽ മുറികൾ പുനർലേലം ചെയ്യുമെന്ന നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നതായും വ്യാപാരികൾ പറഞ്ഞു. നിലവിൽ ഹൈക്കോടതി വീണ്ടും 1 മാസത്തേക്ക് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ പ്രകാരം നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുമ്പ് മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകക്കാരനായിരിക്കെ പ്രത്യേക വൈദ്യുതി കണക്ഷൻ ലഭ്യമല്ലെന്ന കാരണത്താൽ വാടക ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും സമാന സാഹചര്യത്തിൽ ഇപ്പോൾ തങ്ങൾക്കെതിരെ ഇവർ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ ആരോപിച്ചു. നിലവിൽ KSEBയുടെ താൽക്കാലിക നിർമ്മാണ കണക്ഷൻ ഉപയോഗിച്ചാണ് നിരവധി വ്യാപാര മുറികളിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. ഇത് നിയമാനുസൃതമാണോ എന്ന് ബന്ധപ്പെട്ട അധികൃതർ പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ തുടർന്നും അവഗണിക്കപ്പെട്ടാൽ നിയമപരമായ നടപടികൾക്കും ജനാധിപത്യപരമായ സമരപരിപാടികൾക്കും നേതൃത്വം നൽകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടവും KSEBയും അടിയന്തരമായി ഇടപെടണമെന്നും വ്യാപാരികളായ നൌഷാദ് ആലമുട്ടിൽ, അശോകൻ, അൽ അമീൻ, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ കണ്ണീരണിഞ്ഞ് വീണ്ടും ഒരു മലയോര കർഷകൻ. വന്യമൃഗശല്യം രൂക്ഷമായ ഇടുക്കിയിൽ ഒരു വൃദ്ധന്റെ വർഷങ്ങളുടെ അധ്വാനവും പ്രതീക്ഷകളുമാണ് ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിയപ്പെട്ടത്. ഇടുക്കി സ്വദേശിയായ താഴത്തുരുത്തിയിൽ TJ വർക്കി എന്ന 74 വയസ്സുകാരന്റെ പുരയിടത്തിലെ 25ഓളം തെങ്ങിൻ തൈകളാണ് മുള്ളൻ പന്നി നശിപ്പിച്ചത്. വർഷങ്ങളായി കൃഷിയെ മാത്രം നട്ടെല്ലാക്കി ജീവിക്കുന്ന 74-കാരനായ ഇടുക്കി സ്വദേശി താഴത്തുരുത്തിൽ TJ വർക്കിയുടെ കൃഷിയിടത്തിലാണ് വന്യമൃഗത്തിന്റെ ക്രൂരത. ആകെയുണ്ടായിരുന്ന 1 ഏക്കർ 10 സെന്റ് സ്ഥലം റീസർവേ വന്നതോടെ 85 സെന്റായി ചുരുങ്ങിയിരുന്നു. ഉപജീവനത്തിനായി ഈ സ്ഥലത്ത് വർക്കി അധ്വാനിച്ച് നട്ടുവളർത്തിയ 60ഓളം തെങ്ങിൻ തൈകളിൽ 25 എണ്ണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നശിപ്പിക്കപ്പെട്ടത്. തെങ്ങിൻ തൈകളുടെ ഓലകൾ കടിച്ചു മുറിച്ച ശേഷം അവയുടെ കൂമ്പും വേരുകളും പൂർണ്ണമായും തിന്നു തീർത്ത നിലയിലാണ്. കാട്ടുപന്നിയുടെ ആക്രമണമാണെങ്കിൽ പറമ്പിലെ മറ്റു ഭാഗങ്ങളിലും മണ്ണ് വ്യാപകമായി ഇളക്കി മറിക്കാറുണ്ട്. എന്നാൽ ഇവിടെ തൈകളുടെ ചുവട്ടിൽ മാത്രമായി കൃത്യമായ രീതിയിലാണ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. അതിനാൽ മുള്ളൻ പന്നി തന്നെയാണ് ഈ വൻ നാശത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കഷ്ടപ്പെട്ട് നട്ടു നനച്ച് വളർത്തിയ കൃഷി നശിച്ചതോടെ സാമ്പത്തികമായും മാനസികമായും തകർന്നിരിക്കുകയാണ് ഈ വൃദ്ധനായ കർഷകൻ. സാധാരണക്കാരായ കർഷകര് ഈ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന പോലെ കൃഷിദേഹങ്ങൾ നശിച്ച് ജീവിക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല യാതൊരു മാർഗവുമില്ല. പണിയെടുത്തോ ജീവിക്കാൻ സാധിക്കുള്ളൂ. പണിയെടുത്തിട്ട് ജീവിക്കാൻ പറ്റില്ലാത്ത നിലയിൽ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്താലും വേണ്ടിയല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്താലും. സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനൊക്കെ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഈ മൃഗശല്യം കുറയുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചതാണ്. ഇപ്പോൾ ഈ ഗവൺമെന്റ് കയറിയിട്ട് മാസങ്ങളായി യാതൊരുവിധ നടപടി. കേന്ദ്രത്തിൽ നിന്നോ നിവേദനം കേന്ദ്രത്തിൽ നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ മനുഷ്യനെ കൊല്ലുന്നു. പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പും കൃഷി വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് പ്രാദേശികമായി ഉയർന്ന ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിൽ ലഹരിക്കെതിരെ തരംഗമായി ഓപ്പറേഷൻ തൂഫാൻ ഫ്ലാഷ് മോബ്. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളും കേരള പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. തൊടുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ വനിതാ ഹെൽപ്പ് ലൈൻ ASI പ്രിയ മധുസൂദൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി എന്ന മഹാവിപത്തിനെതിരെ യുവജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ NSS ഹയർ സെക്കൻഡറി സ്കൂൾ മണക്കാടും കേരള പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. തൊടുപുഴയിൽ നടന്ന പരിപാടി തൊടുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പോലീസിനൊപ്പം സമൂഹവും കൈകോർക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ ജിബിൻ തോമസ്, ആർദ്ര, വനിതാ ഹെൽപ്പ് ലൈൻ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യം പരിപാടിക്ക് മികവേകി. തൊടുപുഴ വനിതാ ഹെൽപ്പ് ലൈൻ ASI പ്രിയ മധുസൂദനൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി.
സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരവും ഫ്ലാഷ് മോബും പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ശക്തമായ ബോധവൽക്കരണ സന്ദേശം പകർന്നു നൽകുകയും ചെയ്തു. ഇന്നത്തെ ജാഗ്രതയാണ് സുരക്ഷിതവും ആരോഗ്യകരവുമായ നാളെയുടെ അടിത്തറ എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ സമൂഹത്തിന് കൈമാറിയത്. അധ്യാപകരായ ഡോക്ടർ അരുൺ ഭാസ്കർ, മായ ജി, NSS പ്രോഗ്രാം ഓഫീസർ രജനി, ഗീത, ദിലീപ് കുമാർ PP, അനിൽകുമാർ, ദീപ N, ഇന്ദു B, സ്റ്റെഫിൻ എന്നിവർ പങ്കെടുത്തു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജീന അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ബാബു, സതീഷ് മേനോൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് കലാരൂപങ്ങളിലൂടെ ഫലപ്രദമായി എത്തിച്ച പരിപാടി തൊടുപുഴ നഗരത്തിൽ ശ്രദ്ധേയമായ ബോധവൽക്കരണ പ്രവർത്തനമായി മാറി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 4 പതിറ്റാണ്ടുകാലം മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പാചക ജോലി ചെയ്തിരുന്ന പെണ്ണമ്മ ദേവസിക്ക് നാട് കണ്ണീരോടെ വിട നൽകി. സ്കൂൾ ഹാളിൽ പൊതുദർശനം നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, മതനേതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ അനുശോചനം അറിയിച്ചു. മുനിയറ സ്കൂൾ ആരംഭിച്ച 5 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ പെണ്ണമ്മയായിരുന്നു സ്കൂളിലെ പാചകക്കാരി. സൗമ്യമായ പുഞ്ചിരിയോടെ എന്നും രാവിലെ സ്കൂളിൽ എത്തുന്ന പെണ്ണമ്മ ചേച്ചി കൃത്യമായി പാചക കാര്യങ്ങളിൽ ഏർപ്പെടുകയും വൈകിട്ട് വരെ കുട്ടികളോടൊപ്പം സ്കൂളിൽ ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഈ അമ്മ അധ്യാപകർക്കും പ്രിയങ്കരിയായിരുന്നു. രോഗബാധ മൂലം കഴിഞ്ഞ 2 മാസം മാത്രമാണ് പെണ്ണമ്മ ചേച്ചിക്ക് സ്കൂളിൽ വരാൻ കഴിയാതിരുന്നത്. അർബുദ രോഗം മൂർച്ഛിച്ചായിരുന്നു മരണം. ഇക്കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സ്കൂൾ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, മതനേതാക്കൾ എന്നിവർ വീട്ടിലും സ്കൂളിലും എത്തി അനുശോചനം അറിയിച്ചു. ഈ സ്കൂളിൽ പാചക ജോലി ചെയ്യുന്ന ആളാണ്. പെട്ടെന്നാണ് കഴിഞ്ഞ 1 മാസം മുമ്പ് ഹെൽത്തുകാരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റിന് പോയപ്പോഴാണ് അസുഖമാണെന്നുള്ള കാര്യം അറിയുന്നത്. ഏതായാലും 48 വർഷമായിട്ട് ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അവരെ അത് എല്ലാ കുട്ടികൾക്കും വളരെ സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കുന്ന കാര്യത്തിലും വലിയ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയുടെ യോഗത്തിൽ ഈ സ്കൂളിനും ഈ നാട്ടുകാർക്കും വലിയ രീതിയിലുള്ള ഉണ്ട്. പെൺകുട്ടിയുടെ ആഹാരത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് ഇവിടെ 2-3 തലമുറ. ദീർഘകാലമായി ഇവിടെ അധ്യാപകരും എല്ലാവരും പെൺകുട്ടിയോട് നല്ല ഒരു ബന്ധം പുലർത്തിയെന്ന് സ്നേഹിച്ചിരുന്നു. കഷ്ടപ്പാടും നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ കടന്നു വന്ന ഈ സ്കൂളിന് ദീർഘകാല സേവനം അനുഷ്ഠിച്ച യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 48 വർഷമായി ഞങ്ങളുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ മുനിയറയുടെ അമ്മയായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പെണ്ണമ്മ ചേച്ചി സമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മുനിയറ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാ യാത്രാമംഗളങ്ങളും അനുശോചനങ്ങളും ഏറെ ദുഃഖത്തോടെ നേരിടും. പെണ്ണമ്മ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി നമ്മൾ 48 വർഷമായി ഈ സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം ഭക്ഷണങ്ങൾ ഇവിടെ പാചകം ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർ ഇന്ന ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത് അഗാധമായ ദുഃഖം അവരോടും അവരുടെ കുടുംബത്തിനോടും ചേർന്ന് ഞാൻ ആ ദുഃഖത്തിൽ പങ്കാളിയാകുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീലിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് അബു ജോൺ ജോസഫ് പങ്കെടുത്തു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സിൽവർ ജൂബിലി ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് സിൽവർ ജൂബിലി ബോയ്സ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണഘടനാ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണയും പൊതുയോഗവും നടന്നു. കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ഷൈജൻ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കെതിരെ വിജിലൻസ് വിസിൽ മുഴക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിവിൻ പോളിയും പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമിട്ടു. ചടങ്ങ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വണ്ണപ്പുറത്തെ കർഷകരെ ദുരിതത്തിലാക്കുന്നു. പഞ്ചായത്തിലെ വെൺമറ്റം, ചിങ്കൽ സിറ്റി, കാഞ്ഞിരംകവല തുടങ്ങിയ ഇടങ്ങളിലാണ് ഇവയുടെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.